അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ് നമുക്കറിയാം. സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മളെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. മോനത്തില് എന്നാലും നമ്മളെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപ്പീഡിയ മാറ്റൊരു ചങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാമെന്ന് തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? എടാ അതല്ല, വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയാ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാണ്. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോയില്ല. ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇയൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ടോ കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ? വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് എടോ, നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്. ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിനിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്. ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ പറ്റൂല. ഞാൻ വേണേ ഇതിനും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി.
വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റൂടോ? പിന്നെ ഇതല്ലാത്ത ഈ പേരെന്നെ പറയണം. തന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. എന്നാ പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കണം. മ്യൂസിക് വായിക്കണം. അപ്പൊ ഈ പറയൂ. അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ ഓക്കെ. ആയില്ല ആയില്ല. അപ്പൊ ടൈലർ കിങ് കക്കക്കാ കുക്കു നാക്കിയ തെറ്റിപ്പോ എന്നോട്. ഹലോ. എന്താണ് അങ്ങനെ അതിന്റെ ഇടയ്ക്ക് കക്കക്കാ കുക്കു നാക്കിയ തെറ്റിപ്പോ തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ആയില്ല പന്നി എന്നോടല്ലേ പറയുന്ന ആയില്ലാന്ന്. ആയില്ലേ? ആവട്ടെ. ഓക്കെ. പറഞ്ഞാ മനസ്സിലാവില്ല. ഓക്കെ. ഇത് ഓക്കെ. ആയി പന്നിയെ അതല്ല ഇങ്ങനെ ആക്കണേ, പറഞ്ഞാ മനസ്സിലാവില്ല. എങ്ങനെ ആയി? ഹലോ ഹലോ ചെക്ക്. പെട്ടെന്ന്. അടിപൊളി, സൂപ്പർ. അടിപൊളി സൂപ്പർ. എടാ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ. അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി അതാണ്ട പറയണ്ടേ. ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി അത് പറയണം. ഓക്കെ. കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷട്ടി. പെട്ടെന്ന് ഇപ്പോ കണ്ട ഷട്ടി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്? അതല്ല, ഞാൻ നായകനാകാൻ വന്നാണല്ലോ, പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. അപ്പൊ നായകനായ ഈ പൊളിക്കും. സൂപ്പറാക്കും ഞാൻ. സൂപ്പറാക്കും. അങ്ങനെയാണ് ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ. നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയേ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓമൻ ചേർന്ന് ഒരു ഉളുപ്പില്ലാത്ത സാധനം ആൾക്കാർക്ക് നോക്കിച്ച് ഇരിക്കുന്നുണ്ട്. എടാ മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്. ആ ചേച്ചിയൊക്കെ നോക്കിച്ച് ഇരിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. അഭിനയിക്കണം. പ്രിയേ മുണ്ടരുത്. അഭിനയിച്ച് കാണിക്കുന്നാല്. പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു ഭാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? മുണ്ടല്ലെന്ന് ആരോടും പറയരുത്, ഞാനാ നിർത്തി. എടോ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കരിക്ക് കക്കുന്ന കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? എടോ ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നതാറേ. മിമിക്രി ആണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ട ചാൻസ് തരൂ. ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണോ വേണ്ടതെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ്? ആദ്യമായിട്ട് പക്ഷികളെ വെറൈറ്റി ശബ്ദങ്ങൾ. പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ ആയിട്ട് തരണം. കുറച്ച് ഡിലേ. ഓക്കെ 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 ഓക്കെ. അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. പരിപാടി? എന്റെ വീട്ടില് ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പാത്രം തേച്ചേക്ക മുറ്റടിച്ചു വരാ, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനൊന്നും നിന്നെ കിട്ടൂല. എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാൻ മുറ്റടിച്ച് വരിക. മുറ്റടിച്ച് വരില്ല, ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ അടുത്തിൽ എന്നെ ചൂലോണ്ട് കുത്തൊക്കെ ചെയ്യും.
എടാ അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ല, ആൾക്കാർ കേട്ടാ മോശമല്ലേ? എന്ത് മോശം, എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് പറഞ്ഞു, കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കുതാ. അപ്പൊ മീൻ മുറിച്ചോണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരെ, പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും, ടോണ് മാറും. പടുത്ത പൂച്ച. അത് പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനെ കെറിഞ്ഞ് ഓടിച്ച് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടംപൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി ഇതൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടംപൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ, രാത്രി പോയി നല്ല പരിചയല്ലേ? ഈ പ്രണയം ഇവിടെ അവസാനിച്ചു കൊടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടറിലാണല്ലോ. ആ, എന്റെ ഭാവനയിൽ, മിമിക്രിക്കാരുടെ ഭാവനയിൽ. ആ, മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അച്ഛനായിരിക്കുന്നു. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. ഒരാവേശം പറഞ്ഞു നീ ആവേശം പറയരുത് കേട്ടോ, ഇല്ല, അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികളെ വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. അന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും. ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ശബ്ദ വ്യത്യാസം. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പൊ ശബ്ദ വ്യത്യാസം. ഈ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു കൊടുക്കും. നമ്മളെന്ത് ചെയ്യും? ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കും. അല്ല, അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരം നോക്കി അതൊന്നും പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ്. അതെ. അടിപൊളി. കുഞ്ഞിറങ്ങാണ്. അടുത്തൊരു എക്സാമ്പിൾ വെച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. കട്ട് ചെയ്യുന്ന ശബ്ദം. അതെ. എങ്ങനെയാണ്? ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ. ഇതേ ബ്ലേഡ് വെച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. അലുമിനിയം ചാനൽ. അടുത്ത ടീഷർട്ടിന്റെ സിബ് വലിക്കുമ്പോൾ ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിബ്. അതെ. ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യാ? അവര് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നൊരു കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ
പോയി മാമ. മാമനോ? അയ്യോ രക്ഷപ്പെട്ട്. അടിപൊളി. അവസാനമായിട്ടൊരു പൂച്ച പാട്ട് പാടുവാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽവിലെ പെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ, അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. എന്നോട് അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മ്യൂക്രി ചെയ്ത് പോയാ പോരെ. മര്യാദയ്ക്ക് പോയാ പോരെ. അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോടാ, ഞാൻ ഇവിടുന്ന് പോവും. പേരുകെട്ട വില്ലനാണ് എന്റെ ഇവിടെ ഏട്ടെ. എന്റെ ഏട്ടെ? എന്റെ ഏട്ട പേരുകെട്ട വില്ലനാണ് ഇവിടെ. പെടുത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കിൻഡൽ ജോയോ? ആ കുട്ടി മിഠായിലടാ. കിൻഡൽ ജോയ്. കിൻഡൽ ജോയ് പേരുകെട്ട വില്ലനാണ്. ഓടാ ഇവിടുന്ന്. വെറുതെ വിടൂല. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ പറയാ. എന്താ ഏട്ടനൊന്നും ഉണ്ടാവില്ല. എന്താണ്ടത്? അല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച. അല്ല, അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല. നോക്കി പിന്നെ ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട് അവൻ എങ്ങനെ അടിക്കുന്ന ദുട്ട? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദുട്ട ദൈവത്തിന്റെ കോപലടാ. ഞാൻ തരാടാ എനിക്ക്. ചാന്തുകുട്ടിയെ പോടാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പാപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்ன சொல்லுங்க? நான் 7th கிளாஸ் பாஸ் பண்றேன், நீ 10th கிளாஸ் ஃபெயில் பண்றே. பாஸ் பெருசா ஃபெயில் பெருசா? பாஸ் நீ பெருசா பண்றீங்களா? ஐயோ
താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ? വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കിതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം, വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാൽ 10-70-50 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ടിങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ട
പാവപ്പെട്ടവൻ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പരിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പുരേന്റെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க நான் 7th கிளாஸ் பாஸ் பண்றேன் நீ 10th கிளாஸ் ஃபெயில் பண்றே பாஸ் தெரிச்சா ஃபெயில் பரிசா பாஸ் நீ பரிசா பாத்தீங்களா ஐயோ താങ്ക് യു. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്.
അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, എന്താ? അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ? ഇന്റർവ്യൂ എവിടെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. ചേട്ടാ, ഇതൊന്നും അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് ഇങ്ങനെ 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം, വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരുന്നതാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാൽ 10-70-50 റുപ്യയും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടിയാ വിളിച്ചതായിരിക്കും. ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർപ്പ് ചെയ്തല്ലോ. ഈ വാർപ്പിന്റെ മുകളിൽ ഈ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ടിങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം, പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ ലേക്ക് കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു
ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി കിട്ടോ? ആ. നിനക്കെന്താ വേണ്ടത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. പറഞ്ഞോ, എന്ത് വേണം എന്താ എന്താ ഉള്ളത്? എന്ത് വേണം എന്തായാലും മതി. എന്ത് വേണം അനുഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? അനുഭവിക്കാണ്, പിന്നെ എന്തെങ്കിലും പറഞ്ഞപ്പോ അനുകരിക്കാം, മിമിക്രി. ആ യെസ്, നിങ്ങളൊരു എന്താ പറഞ്ഞ മിമിക്രി ചെയ്യാ. ആ ശരി. ആ ഒരു ഗാനമേള വെക്കാം. ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. യെസ്, അതൊന്ന് കൈയടിക്കണേ. ഓ കൈയടിക്കും കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ കിണറിൽ നിന്ന് വെള്ളം, ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഹലോ ചേട്ടാ, എന്താ അല്ല ഒന്നും അല്ല, പറയാം. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ ഇന്റർവ്യൂ എവിടെ ഉണ്ട്? ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അത് ശരി. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളി. ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇപ്പൊ 10 വർഷമായിട്ട് ആ വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് ഇങ്ങനെ 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത എന്താ? മെയിൻ പണിക്കാരനാണ്. ആ മെയിൻ പണിക്കാരനാണെങ്കിൽ ആ വെയിൽ കൊള്ളണം മേലെ. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് ആ 10 ആളെ കൂടി വൈകുന്നേരം ആ കണക്കാരനോടൊത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. ശരി, വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരുന്നതാണ് ഏറ്റവും വലിയ പാട് അല്ലേ? ഓ അതെ. അങ്ങനെ വൈകുന്നേരമാകുമ്പോ ആ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ ആ. മുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് ആ. 10-70 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടിയിൽ കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ്. പണി കൂടുതലാണ്. കൂടുതലല്ലേ? പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാ. പണി കൂടുതലാണ്. കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? അതെന്ന് പറഞ്ഞാല് ആ 10 ആളായിട്ട് ഇങ്ങനെ പണിക്ക് പോവുക. ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് ആ അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റ് ഒക്കെ ആയിട്ട് ആ വാർപ്പങ്ങ് കഴിച്ചു. വാർപ്പം കഴിച്ചു അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പുറയിൽ വന്ന് കുത്തിരിക്കുകയാണ്. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. സമ്മാനം ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് നിങ്ങൾ അടിപൊളി. ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ
ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പരിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുട്ടിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-70-50 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ
പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് ആ അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ഇട്ട് ആ വാർപ്പങ്ങ് കഴിച്ചു അങ്ങനെ ക്ഷീണിച്ച് പൊരേ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പുറയിൽ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. സമ്മാനം ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് നിങ്ങൾ അടിപൊളി. ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ടിങ്ങനെ നിരത്തിയൊക്കെ കമ്പിലാണ് പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ ഈ 40,000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും. നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ,
എനിക്കൊരു വെള്ളതാണ്. ഇത് ജയൻ സാർ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള വെള്ളത്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളം തമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കിയോ. ബാബു പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ